നമസ്കാരം. പി അൻവറിനെ കാണുവാനില്ല എന്നൊരു പരസ്യം കൊടുക്കേണ്ട സ്ഥിതിയായിട്ടുണ്ട്. എത്ര എത്ര വേഗത്തിലാണ് മനുഷ്യർ അപ്രത്യക്ഷരാകുന്നത് ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെ കടുകുപോലെ പൊട്ടിത്തെറിച്ചിരുന്ന ഒരു ഒരു പ്രമുഖനായ നേതാവിനെ ഒരൊറ്റ മനുഷ്യൻ കേരളത്തിലെ എല്ലാ മുന്നണികളെയും വിറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കേരളത്തിന്റെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാൾ ഏതാനും മാസങ്ങളായിട്ട് അദ്ദേഹത്തെ കാണാനുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എട്ടിൽ പൊട്ടിയിട്ട് മാത്രമല്ല 10,000-20,000 വോട്ട് പിടിച്ചു എന്ന ചെറിയ കാര്യമല്ല. അതുകൊണ്ട് കിട്ടിയ വോട്ടുമായി അദ്ദേഹം വീട്ടിലേക്കും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായി മറ്റാര് ജയിച്ചാലും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാൻ പാടില്ല എന്ന് PV അൻവർ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ കൂടിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർക്കാർ ജയിപ്പിച്ചയക്കുകയും ചെയ്തു. മറ്റാരെ സ്ഥാനാർത്ഥിയാക്കിയാലും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് UDFനോട് അൻവർ തിട്ടൂരം കൊടുത്തതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ UDF സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ട് തന്നെ UDFിലേക്ക് ഇനി UDFനെ പിന്തുണക്കാനാവില്ല എന്ന നിലപാട്, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയെ പിന്തുണക്കാനാവില്ല എന്ന നിലപാട്, മറ്റാരെ പിന്തുണച്ചാലും സാധ്യമല്ല എന്ന നിലപാട് അൻവറും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ആര്യാടൻ ഷൗക്കത്തിന് ബദലായി മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് വേണ്ടി കണ്ടെത്തി പ്രഖ്യാപിക്കാൻ PV അൻവർ മുന്നോട്ട് വന്ന് എന്തെല്ലാം നാടകങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാത്ത ഒരാളെ, ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാത്ത ഒരാളെ UDFിലേക്ക് എടുക്കുന്ന പ്രശ്നമില്ല എന്ന നിലപാട്, കടുത്ത നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയി. ആ തീരുമാനമെടുക്കാൻ കോൺഗ്രസിനെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തീർച്ചയായിട്ടും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. അതുകൊണ്ട് അന്ന് മുതൽ സതീശനോടായിരുന്നു അദ്ദേഹത്തിന് വലിയ കലിപ്പ്. സതീശനെ കുറിച്ച് പറയാത്ത കുറ്റങ്ങളില്ല. സതീശനെ കുറിച്ച് പക്ഷെ ഒരു സൗകര്യമുണ്ട്. സതീശനെ കുറിച്ച് എന്നല്ല, ഭൂമിയിൽ ആരെക്കുറിച്ചും PV അൻവറിന് അങ്ങേയറ്റം ഹീനമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ യാതൊരു മടിയുമില്ല. അത്ര തന്നെ യാതൊരു സങ്കോചവും കൂടാതെ അത് രാഖി രാമാനും വിഴുങ്ങാനും തിരിച്ചു പറയാനും മാപ്പ് പറയാനും ഒന്നും ഒരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ അൻവർ VD സതീശനെ കുറിച്ച്, PV അൻവർ VD സതീശനെ കുറിച്ച് പറഞ്ഞ മൊഴികൾ, തിരുമൊഴികൾ മുഴുവനും നമ്മുടെ ചിത്രത്തിലുണ്ട്, നമ്മുടെ ചരിത്രത്തിലുണ്ട്. പിന്നീട് VD സതീശനോട് പരസ്യമായി പറഞ്ഞ മാപ്പും ചരിത്രത്തിലുണ്ട്. VS ജോയിയെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു കോൺഗ്രസിനെ സഹായിക്കാൻ. കാരണം VS ജോയി നിന്നാൽ ജയിക്കും. ഈ VS ജോയിയെ കുറിച്ച് അൻവർ പറയാത്ത വാക്കുകളൊന്നും, തെറിവാക്കുകളൊന്നും ഇനി മലയാളത്തിൽ ബാക്കിയില്ല. അതും ചരിത്രത്തിലുണ്ട്. പിന്നീട് ആ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് വാഴ്ത്തുപാട്ട് പാടിയതും ചരിത്രത്തിലുണ്ട്. ഇതൊക്കെ അൻവറിന് മാത്രം സാധ്യമായ തമാശകളാണ്. പക്ഷേ നടക്കേണ്ടത് മാത്രം നടന്നില്ല. എന്തായിരുന്നു അജണ്ട? പിണറായിസം അവസാനിപ്പിക്കാനാണ് അൻവർ ഇടതുപക്ഷ MLA സ്ഥാനം രാജിവെച്ച് വന്നത്. പക്ഷേ പിണറായിസത്തിന് എന്തെങ്കിലും പറ്റിയോ? പിണറായിസത്തിന് ഒന്നും പറ്റിയില്ല. പിണറായിസത്തിന് എന്തൊക്കെ കുറ്റങ്ങളാണോ പിണറായിസം എന്ന പ്രതിഭാസത്തിന്റെ അടയാളമായി അൻവർ പറഞ്ഞത്, അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒരു അനക്കവും പറ്റിയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ADGP അജിത് കുമാറിന് കാര്യമായ പോറലൊന്നും പറ്റാതെ ഇപ്പോഴും അദ്ദേഹം സർവീസിൽ തന്നെയുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അതുപോലെ തന്നെ മലപ്പുറത്തെ SP ആയിരുന്ന സുജിത് കുമാറിന് കാര്യമായി പരിക്കൊന്നും പറ്റിയിട്ടില്ല. പരിക്ക് പറ്റിയത് അൻവറിന് മാത്രമാണ്. പിണറായിസത്തിന് പരിക്കൊന്നും പറ്റിയില്ല, പിണറായിക്ക് പരിക്കൊന്നും പറ്റിയില്ല. പിണറായി നിർബാധം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2, പിന്നെ അദ്ദേഹം പിണറായിസത്തെ പരിക്കേൽപ്പിക്കാൻ വേണ്ടി കരാറെടുത്ത് വന്നത് എന്തിനാണ്? ഇടതുപക്ഷത്തിന്റെ MLA ആയി ഭരിച്ചുകൊണ്ടിരുന്ന പിണറായിയേക്കാൾ നന്നായി മലപ്പുറം ജില്ല ഭരിക്കാം, ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന, അതുപോലെ തന്നെ കോഴിക്കോട് വിമാനത്താവളം ഭരിച്ചു കളയാം, അവിടെ വന്നിറങ്ങുന്ന മുഴുവൻ സ്വർണവും തന്റെ അധീനതയിൽ ചലിപ്പിച്ചു കളയാം എന്നൊക്കെ വിചാരിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം വിചാരിച്ചെന്താ, അതേ പദവി അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണം. കോൺഗ്രസ് MLA ആയിട്ട് നിലമ്പൂരിൽ നിന്ന് ജയിക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ജീവിതാഭിലാഷമാണ് അദ്ദേഹത്തിന് ഉള്ളതെന്ന് തോന്നുന്നു. കോൺഗ്രസ് MLA ആയി ഒരിക്കലെങ്കിലും നിലമ്പൂരിൽ നിന്ന് ജയിക്കണം. അതിനുവേണ്ടി കണ്ടെത്തിയ മാർഗമാണ് അദ്ദേഹം കോൺഗ്രസിൽ 2 സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു. അൻവറിനെയും കൊണ്ടുവന്നു, VS ജോയിയെയും കൊണ്ടുവന്നു. 2 സ്ഥാനാർത്ഥികളുടെ ക്ലെയിം വരുമ്പോൾ നിങ്ങൾ 2ഉം വേണ്ട, 3 നമ്മുടെ അൻവറുണ്ടല്ലോ പിണറായിസത്തിനെതിരായി പൊരുതാൻ, മുൻ MLA ആണ്, മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ സ്വന്തം അനുയായികൾ കുറച്ച് വോട്ടുമുണ്ട്, അതുകൊണ്ട് ഈസിയായിട്ട് ജയിച്ചു കയറാമെന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിച്ചോളും എന്നാണ് കരുതിയത്. അതിനുവേണ്ടി ഒരുപാട് അടവുകൾ പയറ്റി നോക്കി. പക്ഷേ VD സതീശന്റെ മുമ്പിൽ ആ അടവുകളൊന്നും വിലപ്പോയില്ല. ഇന്ന് വിവാദപുരുഷനായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും പാതിരാത്രിയിൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് VD സതീശനെതിരായി കോക്കസ് ഉണ്ടാക്കാൻ അന്ന് തന്നെ നടത്തിയ ശ്രമങ്ങൾ
പിൽക്കാലത്ത് ആ കോക്കസ് വി ഡി സതീശനെതിരായിട്ട് കേരളത്തിൽ ജയിച്ചു എന്നത് വേറെ കാര്യം. അത് പക്ഷെ അൻവറിന്റെ ചെലവിലല്ല എന്ന് മാത്രം. അപ്പൊ ഇതൊക്കെ കണ്ടു വളർന്നവരാണ് നമ്മൾ. പക്ഷെ അന്ന് അൻവറിന് എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ ഇപ്പോൾ ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തോറ്റു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും UDF മുന്നണിയിൽ കയറിക്കൂടാൻ വേണ്ടി അൻവർ നടത്തിയ ശ്രമങ്ങൾ, അൻവറിന് കോൺഗ്രസ് എന്ന നിലയിൽ കോൺഗ്രസിലേക്ക് നേരിട്ട് ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തെ ചേർക്കാനും പ്രയാസം ഉണ്ടാകും. ആര്യാടന്മാർ പണ്ട് സീനിയർ ആര്യാടൻ ഉള്ള കാലം തൊട്ടേ അൻവറിനെ അകറ്റി നിർത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിനെ തൊടാതെ പതുക്കെ UDFൽ ഒരു ഘടകകക്ഷിയായി ചേരാനാണ് അദ്ദേഹം കഷ്ടപ്പെട്ട് പല പരിശ്രമങ്ങളും നടത്തിയത്. അതിനാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി DMK ആകാൻ നോക്കിയത്. അതിനാണ് അദ്ദേഹം UPയിൽ പോയി സമാജ്വാദി പാർട്ടി ആവാൻ നോക്കിയത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഒടുവിൽ കൽക്കത്തയിൽ ചെന്നിട്ട് തൃണമൂൽ കോൺഗ്രസ് ആയത്. ഇന്ന് വരെ തൃണമൂൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഒരു നേതാവേ ഉള്ളൂ. ബാക്കി നേതാക്കന്മാരുടെ പേരൊക്കെ പേരിനാണ്. യഥാർത്ഥത്തിൽ ഒറ്റ നേതാവുള്ള ഒറ്റ പാർട്ടിയെ ഇന്ത്യയിലുള്ളൂ, അത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അതിന്റെ നേതാവ് ശ്രീമതി മമതാ ബാനർജി എന്നാണ്. മമതാ ബാനർജിയോടൊപ്പം അൻവർ ഇന്ന് വരെ PV അൻവറിന് മമതാ ബാനർജിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു പടമെങ്കിലും മലയാളിക്ക് കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? തൃണമൂൽ കോൺഗ്രസുമായി അദ്ദേഹത്തിന് ഇപ്പോഴും വല്ല ബന്ധമുണ്ടോ? കൽക്കത്തയിലെ ഈ ഭരണകൂടത്തിന്റെ ഉപശാലകളിൽ ഈ പവർ ബ്രോക്കേഴ്സിന് കാശ് കൊടുത്തിട്ട് അദ്ദേഹം നേടിയെടുത്ത ഒരു ലെറ്റർ പാഡിലെ കത്തൊഴികെ മറ്റെന്തെങ്കിലും ബന്ധം അദ്ദേഹം തൃണമൂലുമായിട്ട് ഉണ്ടോ എന്നൊക്കെ ആളുകൾ സംശയിച്ചിരുന്നതാണ്. ആ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് തൃണമൂലിന് സംസ്ഥാന കമ്മിറ്റി ഇല്ല, അത് അവരുടെ ദൗർബല്യമാണ്. കമ്മിറ്റി ഇല്ലാത്ത ഒരു ഗ്യാപ്പിൽ അദ്ദേഹം വന്ന് ഞാനാണ് സംസ്ഥാന കൺവീനർ എന്ന് പറഞ്ഞാൽ, സംസ്ഥാന കൺവീനർ ആയി കഴിഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം അദ്ദേഹമാണല്ലോ. അതുകൊണ്ട് തൃണമൂൽ എന്ന പാർട്ടി അൻവറിന്റെ പോക്കറ്റിൽ നിൽക്കുമെന്ന് കരുതിയ ഒരു കാലവും പോയി. എന്നിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു ചിത്രം എന്താണ്? തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഘടകകക്ഷിയാക്കണം. അതിന് VD സതീശനാണ് എതിരോ എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ അല്ലാത്ത എല്ലാവരെയും വാഴ്ത്തിക്കൊണ്ടിരുന്നു, സതീശനെ അങ്ങേയറ്റം ഇകഴ്ത്തിക്കൊണ്ടിരുന്നു. പോരാത്തതിന് UDFലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ വാഴ്ത്താവുന്ന വിധത്തിലൊക്കെ വാഴ്ത്തി. സത്യത്തിൽ PV അൻവറിന്റെ പിതാവ് PV ഷൗക്കത്ത് അലി സാഹിബ് ഉൾപ്പെടെയുള്ളവർക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിനോടല്ല, മുസ്ലിം ലീഗിനോടാണ്. ആ ലീഗിന്റെ അരമനയിൽ പോയിട്ട് എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിന്റെ ശുപാർശയിൽ UDFൽ കയറാൻ നോക്കി, അതും നടന്നില്ല. ഇപ്പോൾ ഒടുവിലത്തെ ചിത്രം എന്താ? ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, അൻവർ എന്ന നാണയം ഏതാണ്ട് കാലഹരണപ്പെട്ട് എടുക്കാത്ത നാണയമാണെന്ന് ജനങ്ങൾ വിധിയെഴുതി. രണ്ട് മുന്നണികൾക്കും അൻവർ അനിവാര്യനല്ല എന്ന അവസ്ഥ വന്നു. മൂന്നാമത്തെ കാര്യം, അൻവർ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും UDF മുന്നണിയിൽ കയറണം എന്ന സ്വപ്നം ഏതാണ്ട് നടക്കാതായി. മാത്രമല്ല, VD സതീശൻ എന്ന നേതാവിനെയാണ് അൻവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. VD സതീശൻ പക്ഷേ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായി നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി വളർന്നു വന്നു. അത് പക്ഷേ സംഭവിച്ചത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ നടപടിയെടുത്തതോടുകൂടി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി VD സതീശൻ മാറി. പക്ഷേ അതോടുകൂടി VD സതീശനെ നിലക്ക് നിർത്താനും VD സതീശനെ തകർക്കാനുമുള്ള കോൺഗ്രസിൽ സജീവമായി. അതാണ് പിന്നീട് ഈ കൊടിയ കുറ്റവാളിയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിൽ ഈ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ കോൺഗ്രസ് നേതാക്കന്മാർ VD സതീശനെതിരായി ഒന്നിച്ചത്. അത് വേറൊരു ദുരന്തം, അത് കോൺഗ്രസിന്റെ നഷ്ടമാണ്. അവര് തന്നെ അത് അനുഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒടുവിലത്തെ ചിത്രം അൻവറിലേക്ക് തന്നെ വന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അൻവർ ഇപ്പോൾ വയറ്റിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, അൻവർ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ അരമന രഹസ്യം മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്, ഒരുപാട് റെക്കോർഡുകളുണ്ട്, ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, ഞാൻ പുറത്തുവിടും. മുസ്ലിം ലീഗിനെ ഭീഷണിപ്പെടുത്തിയിട്ട്, അതാണ് മുസ്ലിം ലീഗിനെ പ്രീതിപ്പെടുത്തിയിട്ട് വാഴ്ത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ശുപാർശയോടുകൂടി UDFൽ കയറാമെന്നാണ് ആദ്യം ശ്രമിച്ചത്. ഇപ്പോൾ അത് നടക്കില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ നടക്കുന്നത് മുസ്ലിം ലീഗിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിന്റെ നിർബന്ധം കൊണ്ട് UDFൽ എടുപ്പിക്കാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കിയത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഓർക്കണം. ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ വാർത്ത ഇങ്ങനെയാണ്: തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്കും അനുവദിക്കാൻ പാടില്ല എന്ന് സാക്ഷാൽ തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഇവിടെ അൻവർ പണം പിരിക്കാനും അൻവറിന്റെ സ്വകാര്യമായ കച്ചവടങ്ങൾ നടത്താനും വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ചില സീറ്റുകൾ, അതും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ചിലരെയെങ്കിലും അക്കമിട്ട് തോൽപ്പിക്കാൻ, അത് കോൺഗ്രസ് അല്ല, ഇപ്പൊ അദ്ദേഹത്തിന്റെ താൽക്കാലിക ശത്രു മുസ്ലിം ലീഗാണത്രേ. എന്നു മുതലാണ് ശത്രുത ഉണ്ടായത്, എന്തായിരുന്നു കാരണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും നിലമ്പൂർ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ മത്സരിക്കുന്ന ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ
അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിന് വേണ്ടി അപേക്ഷിച്ചു. അദ്ദേഹം കുറേ ആളുകളെ ബിനാമിയായി നിർത്തുകയും ആ നിർത്തിയവർക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ പുല്ലും പുഷ്പവും, അതാണല്ലോ ചിഹ്നം, ആ ചിഹ്നത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ആ ചിഹ്നം കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥിക്കും അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് അൻവറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ വാർത്ത. PV അൻവർ നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ അംഗീകാരം ഇല്ല എന്നാണ് അർത്ഥം. അതിൻ്റെ നേരായ അർത്ഥം PV അൻവർ തൃണമൂൽ കോൺഗ്രസിന് പുറത്തായിരിക്കുന്നു എന്നാണ്. ഒടുവിലത്തെ വാക്യം ഇങ്ങനെയാണ്: അൻവർ ഔട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.